വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. പട്ടാമ്പിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗ പരീക്ഷാ പരിശീലനത്തിന്റെ പുതിയ ബാച്ചിന് തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂനക്ഷേമ വകുപ്പിന് കീഴിലുള്ള പട്ടാമ്പിയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിലാണ് 14ാമത് ഉദ്യോഗ പരീക്ഷാ പരിശീലന ബാച്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് മത്സര പരീക്ഷകൾ അതിന് തയ്യാറെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, അതിനുള്ള സൗകര്യങ്ങളും കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതുപോലെ മൈനോറിറ്റി ഇതിന്റെ ചാർജും വഹിച്ചിരുന്ന ശ്രീ KT ജലീൽ അദ്ദേഹത്തോട് ഇങ്ങനൊരു സെന്റർ പട്ടാമ്പിയിൽ ആരംഭിക്കണം എന്ന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നു. ആ കാലയളവിൽ അങ്ങനെ ഒരു സെന്റർ പട്ടാമ്പിക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. വളരെ നന്നായി ഈ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, 30-ലധികം വരുന്ന ആളുകൾ വിവിധ ജോലികളിൽ ഇവിടെ പരിശീലനം നേടിയതിനു ശേഷം ലഭ്യമായി 25ഓളം ആളുകൾ വിവിധ ലിസ്റ്റുകളിൽ കയറി പറ്റാനും തുടർന്ന് ജോലിക്ക് കാത്തിരിക്കാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. CCFIയിലെ ഏറ്റവും മികച്ച സെന്ററുകളിൽ നമ്മുടെ അധ്യാപകൻ തന്നെ പറഞ്ഞു, ഒന്നാണ് പട്ടാമ്പി. പരിമിതമായ സൗകര്യങ്ങളാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇത് മാത്രമല്ല, നമ്മൾ പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടി ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യ വഴിയിൽ പഠനം ഉപേക്ഷിച്ചു. പല കാരണങ്ങൾ കൊണ്ട് പിന്നീട് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് തിരിച്ചു വീണ്ടും പഠനത്തിലേക്ക് കടന്നു വരാം. പ്രൊഫഷണൽ ഡിഗ്രി അടക്കമുള്ള വിവിധ ഡിഗ്രികളും PGകളും അവർക്ക് എടുക്കാനും അതുവഴി ജീവിതത്തിലെ രണ്ടാമത് വിദ്യാഭ്യാസ അക്കാദമിക മേഖലയിലേക്കും കരിയറിലേക്കും രണ്ടാമതൊരു വഴി തുറക്കാനും കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാക്കാനാണ്. പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ V രഘുകുമാർ അധ്യക്ഷനായിരുന്നു. KK അനില, മുഹമ്മദ് ഹാഷിം, മുഹമ്മദ് സഹദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.